9th ക്ലാസ്സിലെ ഹിന്ദി സഞ്ചയൻ എന്ന ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സ്മൃതിയുടെ സെക്കൻഡ് പാർട്ടാണിത്. ഇസിലിയെ കുവേ മേ ഘുസ്തേ സമയം മുझे सांप का तनिक भी भय नहीं था. അതുകൊണ്ട് കിണറിൽ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് പാമ്പിനെ കുറച്ചുകൂടി ഭയമുണ്ടായിരുന്നില്ല. തനിക്ക് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇത്തിരി കൂടി പേടിയില്ലായിരുന്നു. ഉസ്കോ മാർന മേ ബായ് ഹാത്ത് കാ കേൽ സമസ്താത്ത. ബായ് ഹാത്ത് കാ കേൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു മുഹാവരയാണ് കേട്ടോ, ഒരു ഈഡിയമാണത്. ബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന പണി, അതിൻ്റെ അർത്ഥം ശരിക്കും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യാന്നുള്ളതല്ല, വളരെ എളുപ്പമുള്ളൊരു കാര്യം ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ബഹുത് സരൽ കാം കർണ, അല്ലെങ്കിൽ വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാനൊരു കാര്യം, ഞാൻ ഇതാ പറയുമ്പോഴേക്ക് ചെയ്തു തീർക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ് ഈ ബായ് ഹാത്ത് കാ കേൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവനെന്താണ്, ആ കുട്ടിക്ക് എന്താണ്, ആ പാമ്പിനെ കൊല്ലുക എന്നൊക്കെ ഉള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. കാരണം ഇതിൻ്റെ മുമ്പും അതുപോലെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. കുവേക്ക് ധരാതൽ സെ ജബ് 4-5 ഗജ് രഹാ ഹൂങ്ക. ആ കുവയുടെ ധരാതൽ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഭാഗം, ഏറ്റവും അടിത്തട്ട്, അവിടെ നിന്ന് ഒരു 4-5 ഗജ് ദൂരം ഉണ്ടായിരിക്കാം. ഗജ് എന്ന് പറഞ്ഞാൽ അതൊരു യൂണിറ്റാണ്. പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ സ്ക്വയർ ഫീറ്റ് അല്ല ആക്ച്വലി, ഒരു ഗജ് എന്ന് പറയുമ്പോൾ 8-9 സ്ക്വയർ ഫീറ്റൊക്കെ വരും. അപ്പോൾ അങ്ങനെ അത്രയും ദൂരമുള്ള സമയത്ത് തബ് ധ്യാൻ സെ നീച്ചേക്ക് ദേക്ക, അപ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് താഴേക്ക് നോക്കി. അക്കൾ ചക്രാ ഗയി, അക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി, ചക്രാ ജാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു പോകുക. ഇതും ഒരു ഈഡിയമാണ്, മുഹാവരയാണ്. അക്കൽ ചക്രാ ജാന അല്ലെങ്കിൽ അക്ര ചക്രാ ഗയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധി തിരിഞ്ഞു പോയി. അതിൻ്റെ അർത്ഥം കുച്ച് സമജ് മേ നഹി ആന, ഒന്നും മനസ്സിലാവാത്ത ഒരവസ്ഥ, എന്താ ചെയ്യേണ്ടെന്ന് ഒന്നും അറിയാത്ത ഒരവസ്ഥ, അതിനാണ് അക്കൽ ചക്രാ ജാന എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ആയിപ്പോയി. സാമ്പ് ഫൺ ഫെലായ ധരാതൽ സെ ഏക് ഹാത്ത് ഊപ്പർ ഉഠാ ഹുവ ലഹരാ രഹാ താ. ആ പാമ്പ് ഫൺ ഫെലായ, ഫൺ എന്ന് വെച്ചാൽ അതിൻ്റെ പടം വെടർത്തി വെച്ചിട്ട്, അതിൻ്റെ അർത്ഥം പടം എടുത്തുകൊണ്ട്, ധരാതൽ സെ ഏക് ഹാത്ത് ഊപ്പർ, കിണറിൻ്റെ ഏറ്റവും അടിഭാഗത്തു നിന്ന് ഒരു കൈ മുകളിലായിട്ട് ലഹരാ രഹാ താ, ഇങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പൂഞ്ച് ഓർ പൂഞ്ച് കെ സമീപ് ക ഭാഗ് പൃഥ്വി പർ താ. അതിൻ്റെ വാലിൻ്റെ കുറച്ചു ഭാഗവും വാലിൻ്റെ അടുത്തുള്ള കുറച്ചു ഭാഗവും ഭൂമിയിൽ തന്നെ ആയിരുന്നു. ആദ അഗ്രഭാഗ് ഊപ്പർ ഉഠാ ഹുവ മേരി പ്രതീക്ഷ കർ രഹാ താ. ആ വാലിൻ്റെ കുറച്ചു ഭാഗം ഭൂമിയിലും പിന്നെ ബാക്കി പകുതി ഭാഗം എന്താണ്, അഗ്രഭാഗ്, അഗ്ര എന്ന് പറഞ്ഞാൽ എൻ്റെ അറ്റം, പറഞ്ഞാൽ ആ തലയുടെ ഭാഗം മുകളിലേക്ക് ആയിട്ട് ഊപ്പർ ഉഠാ ഹുവ പറഞ്ഞാൽ മുകളിൽ ഇങ്ങനെ പിന്നെ നിർത്തിക്കൊണ്ട് മേരി പ്രതീക്ഷ, എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. പറഞ്ഞാൽ പാമ്പ് ഇങ്ങനെ എണീറ്റ് നിൽക്കില്ലേ, അതിൻ്റെ തല ഇങ്ങനെ ഉയർത്തി പിടിച്ച് നിൽക്കില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. നീച്ചെ ഡണ്ട ബന്ധാത്ത, താഴെ വടി കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു. മേരെ ഉത്തർനേക്ക് ഗദീസെ ജോ ഇധർ ഉധർ ഹിൽത്താത്ത, ആ താഴെ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്ന പറഞ്ഞാൽ ആ ധോത്തി താഴെ കിട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു എൻഡിൽ ആ താഴെ കിട്ട ഭാഗത്തിലേക്ക്, കിണറ്റിലേക്ക് കിടക്കണ ആ ഭാഗത്തേക്ക് വടി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ടാണ് നമ്മുടെ റൈറ്റർ താഴേക്ക് ഇറങ്ങുന്നതും. അപ്പോൾ മേരി ഉത്തർനേക്ക് ഗദീസെ, അത് പിടിച്ച് ഇറങ്ങുന്ന സമയത്ത് ജോ ഇധർ ഉധർ ഹിൽത്താത്ത, ആ വടി അങ്ങും ഇങ്ങും ആടുന്നുണ്ടായിരുന്നു. उसी के कारण शायद मुझे उतरते देख सांप घातक चोट के आसान पर बैठा था. उसी के कारण, ആ കാരണങ്ങൾ കൊണ്ട് ഷായദ് ഒരുപക്ഷെ മുझे എന്നെ ഉത്തർത്തെ ദേക്ക് ഇറങ്ങുന്നത് കണ്ടിട്ട് പാമ്പ് വിചാരിച്ചു, ഘാതക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലാൻ വരുവാണ്, എൻ്റെ ഘാതകനാണ്, അതിൻ്റെ അർത്ഥം കില്ലർ, എന്നെ കൊല്ലാൻ വരണതാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ചോട്ട് കെ ആസൻ പർ ബേട്ടാത്ത, അതുകൊണ്ടാണ് അങ്ങനെ ഉള്ള ഒരു പൊസിഷനിൽ ഇരുന്നിരിക്കുന്നത്. കാരണം എന്നെ ആരോ കൊല്ലാൻ വരുന്നുണ്ട്, അതുകൊണ്ട് റെഡിയായിരിക്കുക, തിരിച്ച് റിയാക്ട് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്നത് എന്നാണ് പറയുന്നത്. സപ്പേര ജൈസ ബീൻ ബജാക്കർ കാലെ സാംകോ ഖിലാത്ത ഹെ. സപ്പേര എന്ന് വെച്ചാൽ സ്നേക്ക് ചാർമർ, മദാരി എന്നും പറയാം, പാമ്പാട്ടി എന്നൊക്കെ പറയല്ലേ. അപ്പോൾ അങ്ങനെ ആ സപ്പേര ബീൻ ബജാക്കർ, ആ ഊതണ സാധനമില്ലേ അത് ഊതിയിട്ട്, കാലെ സാംകോ ഖിലാത്ത ഹെ, കറുത്ത പാമ്പിനെ കളിപ്പിക്കുന്നത്. ഓർ സാംപ് ക്രോധിത് ഹോ ഫൺ ഫെലാക്കർ ഖടാ ഹോത്ത, പാമ്പ് ദേഷ്യപ്പെട്ടിട്ട് അതിൻ്റെ പടമൊക്കെ വിടർത്തി വെച്ച് അങ്ങനെ നിൽക്കും. ഓർ ഫുക്കാർ മാർക്കർ ചോട്ട് കർത്താ ഹേ, പറഞ്ഞാൽ അങ്ങനെ ഫൂന്ന് പിന്നെ ഊതില്ലേ, അങ്ങനെ ഊതി പറഞ്ഞാൽ അങ്ങനെ അതിങ്ങനെ കൊത്താൻ വരണ പോലെ, അതിങ്ങനെ കടിക്കാൻ വരുന്ന പോലെ വരില്ലേ, അങ്ങനെ വരുന്നതിനെയാണ് പറയുന്നത്, അങ്ങനെ ചെയ്യുന്നത്. ഠീക്ക് ഉസി പ്രകാർ സാമ്പ് തയ്യാർത്ത, അപ്പോൾ അതേപോലെ തന്നെ ഈ പാമ്പ് തയ്യാറായിരിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ അതിങ്ങനെ പടം എടുത്ത് നിന്ന് കടിക്കാൻ വരാൻ റെഡിയായി നിൽക്കണ പോലെ ഇതും റെഡിയായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഉസ്കാ പ്രതിധ്വന്തി,
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിപക്ഷി, ശത്രു, താഴെ മീനിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ശത്രു, അതിൻ്റെ എതിരെ നിൽക്കുന്ന ആൾ. മേ അതാരാണ്? റൈറ്റർ. ഉസ്സെ കുച്ച് ഹാത്ത് ഊപ്പർ ധോത്തി പക്കടെ ലട്ടക് രഹാത്ത. അതിൻ്റെ കുറച്ച് കൈകൾ മുകളിൽ, അതിൻ്റെ അർത്ഥം വളരെ കുറച്ച് ഡിസ്റ്റൻസ് മുകളിൽ, ധോത്തി പക്കടെ കെട്ടിത്തൂക്കിയിരിക്കുന്ന ധോത്തിയിൽ പിടിച്ചിട്ട് ലട്ടക് രഹാത്ത ഇങ്ങനെ തൂങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാമ്പിനും തോന്നി എന്നെ കൊല്ലാനോ മറ്റോ വരികയാണെന്ന്. ധോത്തി ढेंग से बंदी होने के कारण, ढेंग എന്ന് പറഞ്ഞ ആ സാധനത്തിൽ ഇത് മാട്ടി വെച്ചിരിക്കുകയാണ്, ലേനിയൊരറ്റം ധോത്തി. അതുകൊണ്ട് ആ കാരണത്താൽ കുവയ്ക്ക് ബീറ്റും ബീച്ച് ലട്ടക് രഹീത്തി, ആ കിണറിൻ്റെ നടുവിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സപ്പോർട്ട് പിടിച്ചിട്ട് തൂങ്ങിയിട്ടാണ് നമ്മുടെ റൈറ്ററും നിൽക്കുന്നത്. और मुझे कुएं के धरातल की परिधि के बीचों बीच ही उतरना था. അപ്പം നമ്മുടെ റൈറ്ററിന് എവിടെയാണ് ഇറങ്ങേണ്ടിയിരുന്നത്? കുവയ്ക്ക് ധരാതൽ ആ പ്ലെയിൻ ഭാഗം, ആ ബോട്ടം ഏറ്റവും അടിഭാഗത്ത്. പരിധിക്ക് ബീച്ചോം ബീച്ച് ഹി ഉത്തർനാത്ത, പരിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ളത്, കാരണം വളരെ കുറച്ച് സ്ഥലമാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ബീച്ചോം ബീച്ച് നടുവിൽ തന്നെയായിരുന്നു എനിക്ക് ഇറങ്ങേണ്ടിയിരുന്നത്. കാരണം എന്താണ്? അവിടെയാണ് ആ ലെറ്റേഴ്സ് കിടക്കുന്നത്. ഇസ്കെ മാനെ ഥേ, ഇതിൻ്റെ അർത്ഥമായിരുന്നു സാംബ് സെ 1.5-2 ഫുട്ട് ഗജ് നഹി കി ദൂരി പർ പയർ രഖന, ആ പാമ്പിൽ നിന്ന് 1.5-2 അടി, ഗജ് അല്ല 1.5-2 അടി ദൂരത്തിൽ കാല് വെക്കണം എന്നുള്ളത്. और इतनी दूरी पर सांप पर पैर रखते ही ചോട്ട് കർത്ത, ഇത്ര ദൂരത്തിൽ ആ പാമ്പിൻ്റെ അടുത്ത് കാല് വെച്ചതും എന്താണ്? അത് കടിക്കാനുള്ള സാധ്യതയും ഉണ്ട്. സ്മരൺ രഹേ, ഓർമ്മയുണ്ടാവണം. കച്ചേ കുവേക്ക വ്യാസ് ബഹുത് കം ഹോത്താ ഹെ, കച്ച കൂവയാണത് പറഞ്ഞാൽ ശരിക്ക് അടിഭാഗമൊന്നും സിമെൻറ്റ് കൊണ്ട് കെട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ അതിൻ്റെ വ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ വളരെ കുറവാണ്. ഡയമീറ്റർ വളരെ കുറവാണെന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ സ്ഥലം കുറവാണ്, ചെറുതാണെന്നർത്ഥം. നീച്ചേ തോ വഹ 1.5 ഗജ് സെ അധിക് ഹോത്താ ഹി നഹി, ഏറ്റവും താഴെ 1.5 ഗജിൽ കൂടുതൽ ഇല്ലവേ ഇല്ല. ऐसी दशा में कुएं में मैं सांप से अधिक 4 फुट की दूरी पर रह सकता था. അങ്ങനെ ഒരവസ്ഥയിൽ കിണറ്റിൽ ഞാൻ പാമ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ കൂടി വന്നാൽ, കൂടി വന്നാൽ 4 ഫുട്ട് की दूरी पर 4 ഫൂട്ടിൻ്റെ ഡിസ്റ്റൻസിൽ നിൽക്കാൻ കഴിയും. വഹ ബി ഉസ് ദശാ മേ ജബ് സാംപ് മുസ്സെ ദൂർ രഹനെ കാ പ്രയത്ന കർത്ത, അതും എങ്ങനെയുള്ളൊരവസ്ഥയിൽ? പാമ്പ് എന്നിൽ നിന്ന് ദൂർ രഹനെ കാ പ്രയത്ന കർത്ത, ദൂരെ മാറി നിന്നെങ്കിൽ മാത്രമേ അത്രയും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത്രയും പറ്റില്ല. पर उतरना तो था कुएं के बीच में, പക്ഷേ ഇറങ്ങേണ്ടത് എവിടെയായിരുന്നു? കുവയ്ക്ക് ബീച്ച് മേ, കിണറിൻ്റെ നടുവിലേക്കായിരുന്നു ഇറങ്ങേണ്ടത്. ക്യൂങ്കി മേരാ സാധൻ ബീച്ചും ബീച്ച് ലട്ടക് രഹാത്ത, എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ സാധനം പിന്നെ ആ വടിയും ഒക്കെ ബീച്ചും ബീച്ച് ലട്ടക് രഹാത്ത, അതിൻ്റെ നടുവിലാണ് അതിങ്ങനെ തൊങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. ഊപ്പർ സെ ലട്ടക്കർ തോ സാമ്പിനെ ഹി മാറാ ജാ സക്താ താ, മുകളിൽ നിന്ന് തൂങ്ങി നിന്നിട്ട് ലട്ടക്കനാന്ന് വെച്ചാൽ തൂങ്ങുക, ആ പാമ്പിനെ കൊല്ലാൻ പറ്റില്ലായിരുന്നു. ഉത്തർനാത്തോ താഹി, ഇറങ്ങേണ്ടിയും വരും, എന്തായാലും ഇറങ്ങും വേണം. കാരണം എന്താണ്? ആ ലെറ്റേഴ്സ് കളക്ട് ചെയ്യണം. തക്കാവട്ട് സെ ഊപ്പർ ചढ़ भी नहीं सकता था, ടയേർഡായി കഴിഞ്ഞു പറഞ്ഞാൽ ഇത്രയും ഇറങ്ങിയപ്പോൾ തന്നെ ടയേർഡായി കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ നേരെമാർഗ്ഗം ഇറങ്ങിയല്ലോ, അതിലൊക്കെ പിടിച്ച് സപ്പോർട്ടൊന്നും ഇല്ലാണ്ടല്ലേ, അതും പേടി ഉള്ളിൽ. തക്കാവട്ട് ടയേർഡ്നെസ്. ചढ़ भी नहीं सकता था, മുകളിലേക്ക് കയറാനും പറ്റില്ലായിരുന്നു. अब तक अपने प्रतिद्वंदी को पीठ दिखाने का निश्चय नहीं किया था. പ്രതിദ്വന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരാളിക്ക് പറഞ്ഞാൽ എതിരെ നിൽക്കുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ എതിരാളി എന്തുമാകാം. പീട്ട് എന്ന് വെച്ചാൽ മുതുക്. അപ്പോൾ എതിരാളിക്ക് മുതുക് കാണിക്കാൻ, അതിൻ്റെ അർത്ഥം പുറം കാണിക്കാനുള്ള നിശ്ചയവും ഇല്ലായിരുന്നു, അതിൻ്റെ അർത്ഥം തോറ്റു കൊടുക്കാനുള്ള ഉദ്ദേശവും തീരെ ഇല്ലായിരുന്നു. പീട്ട് ദിഖാന എന്നുള്ളതും എന്താണ്? ഒരു ഈഡിയമാണ്, മുഹാവരയാണ് കേട്ടോ. നമ്മൾ പുറം കാണിക്കുക, അതിൻ്റെ അർത്ഥം നമ്മൾ തിരിഞ്ഞു ഓടുക, നമ്മൾ തോറ്റുപോകുക, അങ്ങനെയുള്ള ഉദ്ദേശവും ഇല്ല. യദി ऐसा करता भी तो कुएं के धरातल पर उतरे बिना क्या मैं ऊपर चढ़ सकता था, അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൂടി കുവേ കെ ധരാതൽ പർ ഉത്രേ, ആ കിണറിൻ്റെ പിന്നെ പ്ലെയിൻ ഭാഗത്ത് ബോട്ടം അടിഭാഗത്ത് ഇറങ്ങാതെ ക്യാ മേ ഊപ്പർ ചढ़ सकता था, മുകളിൽ കയറാൻ പറ്റുമായിരുന്നു. ധീരെ ധീരെ ഉത്തർനെ ലഗ, പതുക്കെ ഇറങ്ങാൻ തുടങ്ങി. ഏക് ഇഞ്ച് ജോ മേ നീച്ചെ ഉത്തർത്താ ജാത്താ താ, ഓരോരോ ഇഞ്ചായിട്ട് ഞാനിങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നിരുന്നു. त्यों അങ്ങനെ മേരി ഏകാഗ്രചിത്തത ബഡ്ത്തി ജാത്തി തി, എൻ്റെ കോൺസെൻട്രേഷൻ, ഏകാഗ്രചിത്തത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ, സ്ഥിരചിത്ത്, ധ്യാന് കൊടുത്തിട്ടുണ്ട് മീനിങ് പറഞ്ഞാൽ ശ്രദ്ധ, ബഡ്ത്തി ജാത്തി കൂടിക്കൊണ്ടിരുന്നു. മുജെ ഏക് സൂചി, എനിക്ക് ഒരു ഉപായം, സൂച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപായ് തരീക്ക, എനിക്കൊരു ഉപായം മനസ്സിൽ വന്നു.
दोनों हाथों से धोती पकड़े हुए രണ്ട് കൈകൊണ്ട് ആ ധോത്തിയിൽ പിടിച്ചിട്ട് मैंने अपने पैर कुएं की बगल में लगा दिया എൻ്റെ കാലുകൾ ആ കിണറിൻ്റെ ബഗൽ മേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വശത്ത് സൈഡിലേക്ക് സപ്പോർട്ട് കൊടുത്ത് നിർത്തി ദീവാർ സെ പാർ ലഗാത്തേ ഹി ആ കിണറിൻ്റെ സൈഡ് വാൾസ് ദീവാർ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലിങ്ങനെ കാല് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ കാല് വെച്ചതോടുകൂടി കുച്ച് മിട്ടി നീച്ചെ ഗിരി കുറച്ച് മണ്ണ് താഴേക്ക് വീണു പറഞ്ഞാൽ അത് കച്ച കൂവയല്ലേ അപ്പോൾ മണ്ണ് അവിടുന്ന് ഇവിടുന്നെല്ലാം ഉതിർന്ന് വീഴും അപ്പോൾ അങ്ങനെ വീണു ഓർ സാപ്പിനെ ഫൂ കർക്കെ ഉസ് പർ മൂ മാറ അപ്പോൾ ഈ പാമ്പ് ഫൂ എന്ന് പറഞ്ഞിട്ട് അതിനെ കടിക്കാൻ പോണ പോലെ ഇങ്ങനെ റിയാക്ട് ചെയ്തു പറഞ്ഞാൽ അതിൻ്റെ മേലേക്കും കുറച്ച് മണ്ണും ഒക്കെ വീണുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ഇളക്കമായില്ലേ അതുകൊണ്ട് മേരെ പേർ ഭി ദീവാർ സെ ഹട്ട് ഗए എൻ്റെ കാലുകളും ആ വാൾസിൽ നിന്ന് ആ ചുമരിൽ നിന്ന് മാറിപ്പോയി നീങ്ങിപ്പോയി ഓർ മേരി ടാങ്കെ കമർ സെ സമകോൺ ബന്തി ഹുയി ലട്ടക്തി രഹി എൻ്റെ കാലുകൾ കമർ സെ ഇടുപ്പിൽ നിന്ന് സമകോൺ ബനാത്തി ഹുയി ഇങ്ങനെ റൈറ്റ് ആംഗിൾ ഷേപ്പ് സമകോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ആംഗിൾ ഷേപ്പിൽ ലട്ടക്തി ഹുയി താഴേക്ക് തൊങ്ങി നിന്ന് ആ ഒരു പൊസിഷനിൽ വന്നു പർ ഇസ്സെ സാംസെ ദൂരി ഓർ കുവേ കി പരിധി പർ ഉത്തർനേക്ക ഢങ്ക് മാലൂം ഹോ ഗയ പക്ഷേ അങ്ങനെ ആയതുകൊണ്ട് എന്താണ് സാംസെ ദൂരി പാമ്പിൽ നിന്ന് എത്ര ദൂരമാണ് പിന്നെ ആ കിണറ്റിൻ്റെ പരിധി പർ ആ കറക്റ്റായിട്ട് എവിടെയാണ് ഇറങ്ങേണ്ടതെന്നുള്ള ആ ലിമിറ്റിൻ്റെ അകത്ത് തന്നെ എവിടെയാണ് ഇറങ്ങേണ്ടത് ഉത്തർനേക്ക ഢങ്ക് ആ ഇറങ്ങേണ്ട രീതിയും മാലൂം ഹോ ഗയ എനിക്ക് മനസ്സിലായി തനിക്ക് ഝൂൽക്കർ മേനെ അപ്പനെ പേർ കുവേക്ക് ബഗൽ സെ സട്ടായെ കുറച്ച് ഝൂൽക്കർ പറഞ്ഞാൽ ഇങ്ങനെ തൂങ്ങിയിട്ട് ഝൂൽനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൂങ്ങിയിട്ട് മേനെ അപ്പനെ പേർ ഞാൻ എൻ്റെ കാലെ കുവേക്ക് ബഗൽ സെ ആ കിണറിൻ്റെ സൈഡിൽ നിന്ന് പിന്നെ സട്ടായെ കുറച്ച് നീക്കി और कुछ धक्के के साथ अपने प्रतिद्वंदी के सम्मुख कुएं की दूसरी ओर 1.5 गज पर പിന്നെ കുച്ച് ധക്കെ സാത്ത് കുറച്ചിങ്ങനെ തള്ളിയിട്ട് അപ്പനെ പ്രതിദ്വന്ദിക്ക് സമ്മുഖ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ എതിരാളിയുടെ അല്ലെങ്കിൽ എതിർവശത്ത് നിൽക്കുന്നവരുടെ സമ്മുഖ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ അല്ലെങ്കിൽ സാമ്നെ പറഞ്ഞാൽ നേരെ മുമ്പിൽ അതിൻ്റെ അർത്ഥം അപ്പോൾ നേരെ മുമ്പിൽ എതിരാളിയുടെ മുമ്പിൽ കുവയ്ക്ക് ദൂസരി ഓർ ആ കിണറിൻ്റെ വേറെ വശത്ത് 1.5 ഗജ് പർ 1.5 ഗജ് ഡിസ്റ്റൻസിൽ കുവയ്ക്ക് ധരാതൽ പർ കടാ ഹോ ഗയ ആ കിണറിൻ്റെ അടിഭാഗത്ത് പോയി നിന്നു ആങ്കെ ചാർ ഹുയി ആങ്കെ ചാർ ഹോന ഇഡിയമാണ് അതും ഒരു മുഹാവരയാണ് അതിൻ്റെ അർത്ഥമാണ് ഫേസ് ടു ഫേസ് കാണുക ആംനെ സാമ്നെ ഹോന പറഞ്ഞാൽ നമ്മൾ ഇനി ഒരാളെ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുക അതിനാണ് ആങ്കെ ചാർ ഹോന എന്ന് പറയുക അപ്പോൾ അങ്ങനെ അവിടെ തമ്മിൽ കണ്ടു ഷായദ് ഏക് ദൂസരേക്കോ പെഹചാന ഒരു പക്ഷേ രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കിയിരിക്കുന്നു ഒരാൾ ഇനി ഒരാളെ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം നമ്മുടെ റൈറ്റർ പാമ്പിനെയും പാമ്പ് റൈറ്ററേനും മനസ്സിലാക്കി സാംകോ ചക്ഷുസ്രവ കehte ഹെ പാമ്പിനെ ചക്ഷുസ്രവ എന്ന് പറയും അതിൻ്റെ അർത്ഥം എന്താണ് ആങ്കോസെ സുന്നേവാല കണ്ണുകൊണ്ട് കേൾക്കുന്നത് ചക്ഷു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് സ്രവ എന്ന് വെച്ചാൽ കേൾക്കുക അപ്പോൾ കണ്ണുകൊണ്ട് കേൾക്കുന്നത് അതിൻ്റെ അർത്ഥം പാമ്പിൻ്റെ സെൻസേഷൻ കണ്ണിലാണ് അതിന് കാതുകളില്ല ചെവികളില്ല എന്നൊക്കെ പറയില്ലേ അതാണ് പറഞ്ഞത് മേ സ്വയം ചക്ഷുസ്രവ ഹോ രഹാ താ ഞാൻ സ്വയവും ചക്ഷുസ്രവ ആയി മാറി അതിൻ്റെ അർത്ഥം എന്താ അവിടെ ശബ്ദിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ചെയ്യേണ്ട പണികൾ എന്താണ് കണ്ണുകൊണ്ടാണ് എല്ലാം മനസ്സിലാക്കുന്നത് അതാണ് പറയുന്നത് അന്യ ഇന്ദ്രിയോനെ മാനോ സഹാനുഭൂതി സെ അപ്പനി ശക്തി ആങ്കോ കോ ദേ ദി ഹോ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെല്ലാം ബാക്കിയുള്ള സെൻസ് ഓർഗൻസ് എല്ലാം സഹാനുഭൂതി കൊണ്ട് സിമ്പതി കൊണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ശക്തി കണ്ണുകൾക്ക് കൊടുത്ത പോലെ ആയി എന്നാണ് പറയുന്നത് സാമ്പ് കെ ഫൺ കി ഓർ മേരി ആങ്കെ ലഗി ഹുയി തീ പാമ്പിൻ്റെ പടത്തിൻ്റെ അവിടെ പറഞ്ഞാൽ അതിൻ്റെ ടുവേർഡ്സ് ആയിട്ട് എൻ്റെ കണ്ണുകൾ അത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്നർത്ഥം കി വഹ് കബ് കിസ് ഓർക്കോ ആക്രമൺ കർത്താ ഹെ എന്തുകൊണ്ടാണ് അത് എപ്പോൾ ഏത് ഡയറക്ഷനിൽ എന്നെ അറ്റാക്ക് ചെയ്യോ ആക്രമണം പിന്നെ ചെയ്യോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു സാമ്പിനെ മോഹിനി സി ഡാൽ ദി ഥി മോഹിനി സി ഡാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹിപ്പിക്കുക വശീകരിക്കുക എന്നൊക്കെ പറയില്ലേ അതിൻ്റെ അർത്ഥം എന്താണ് ചതിക്കാൻ തന്നെയാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ എന്തൊക്കെയോ തോന്നി ഷായദ് വഹ് മേരെ ആക്രമൺ കി പ്രതീക്ഷ മേത്ത ഒരുപക്ഷേ ആ പാമ്പ് എൻ്റെ ആക്രമണത്തിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമായിരുന്നു पर जिस विचार और आशा को लेकर मैंने कुएं में घुसने की ठानी थी എന്നാലോ എന്ത് വിചാരത്തിലും എന്ത് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ആ കിണറ്റിൽ ഇറങ്ങാനുള്ള ധൈര്യം കാണിച്ചത് പറഞ്ഞാൽ ഉറപ്പിച്ചത് ഠാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിനേഷൻ ഉറപ്പിച്ചതെന്ന് വെച്ചാൽ വഹത്തോ ആകാശ് കുസുംത അതൊരു ആകാശ് കുസുമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു ഈഡിയമാണ് മുഹാവരയാണ് ആകാശ് കുസും ഇപ്പോൾ വേർഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആകാശം കുസും എന്ന് വെച്ചാൽ പൂവ് അതിൻ്റെ അർത്ഥം നമ്മൾ ഇമ്പോസിബിൾ ആണെന്നുള്ള കാര്യം പോസിബിൾ ആക്കുക പറഞ്ഞാൽ നാമുംകിൻ കാര്യ ഹോന അത് ഹോ ജാന പറഞ്ഞാൽ മുംകിൻ ഹോന
നമ്മൾ പറ്റുകയില്ല സാധിക്കുകയില്ല എന്നുള്ള കാര്യം സാധ്യമാകുക. അതിനെയാണ് ആകാശ് കുസും എന്ന് പറയുക. അപ്പോൾ ഞാൻ എന്തിനു വേണ്ടിയാണോ ഇത്ര കഷ്ടപ്പെട്ട് ഇതിനകത്ത് ഇറങ്ങിയത് അത് എനിക്കേ അറിയുള്ളൂ എന്നാണ് പിന്നെ റൈറ്റർ പറയുന്നത്. എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ, അല്ലാണ്ട് ഈ പാമ്പിനെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. മനുഷ്യ का അനുമാൻ और ഭാവി യോജനയെ കബി കബി കിतनी മിഥ്യ और ഉൾട്ടി നിക്കൽത്തി ഹെ. മനുഷ്യൻ്റെ അനുമാനങ്ങൾ പറഞ്ഞാൽ നമ്മൾ പിന്നെ പ്ലാൻ ചെയ്യണത് അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യണതും പിന്നെ നമ്മളുടെ ഫ്യൂച്ചർ പ്ലാനിങ്സും എല്ലാം ചില സമയത്ത് എത്രത്തോളം മിഥ്യ ഫാൾസ് ആണ്, എത്രത്തോളം തെറ്റാണ് ചിലപ്പോൾ. ഒരു ഉൾട്ടി നികൽത്തി ഹെ, നേരെ തിരിച്ചായിരിക്കും ചില സമയത്ത്. മുझे शाम का साक्षात होते ही, എൻ്റെ പാമ്പിൻ്റെ നേരെ വന്നതും, ഞാൻ പാമ്പിൻ്റെ നേരെ വന്നതും, സാക്ഷാത് ഹോന എന്ന് പറഞ്ഞാൽ സാമനെ ഹോന, ഇൻ ഫ്രണ്ട് ഓഫ് വന്നതും, അപ്പനി യോജന और ആശ की असंभवतः പ്രതീത് ഹോ ഗയി. എൻ്റെ പ്ലാനും പിന്നെ എൻ്റെ ആഗ്രഹം ഞാൻ എന്താ വിചാരിച്ചത് അതിൻ്റെ അസംഭവത പറഞ്ഞാൽ അത് സംഭവിക്കില്ല എന്നുള്ളത് പ്രതീത് ഹോ ഗയി, എനിക്ക് മനസ്സിലായി. അതിൻ്റെ അർത്ഥം എന്താണ്? കൊല്ലാനാണ് തീരുമാനിച്ചത്, പക്ഷെ ഒരിക്കലും കൊല്ലാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആ പ്ലാൻ മാറ്റേണ്ടി വന്നു, അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഡണ്ട ചലാനെ കെ ലിയെ സ്ഥാൻ ഹി ന താ. ആ വടി ഇങ്ങനെ ചലാനെ കെ ലിയെ എന്ന് പറഞ്ഞാൽ അത് അങ്ങും ഇങ്ങും മൂവ് ചെയ്യാൻ സ്ഥലമേ ഉണ്ടായിരുന്നില്ല അതിനകത്ത്, അല്ലേ? പറഞ്ഞാൽ ടു റൊട്ടേറ്റ് ദ സ്റ്റിക്ക്, നമ്മൾ അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്ഥലം വേണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യേണ്ടി വരും, അതിനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല അതിനകത്ത്. ലാഠി ഡണ്ട ചലാനെ കെ ലിയെ കാഫി സ്ഥാൻ ചാഹിയെ. ലാഠി അല്ലെങ്കിൽ വടി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ നമുക്ക് കുറേ സ്ഥലം വേണം. ജിസ്മേ വേ ഗുമായി ജാ സക്കെ. ആ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മൂവ്മെൻറ്റ് ആവശ്യമല്ലേ വടിയെ. സാംകോ ഡണ്ടേ സെ ദബായ ജാ സക്താത്ത. പിന്നൊരു ഓപ്ഷൻ എന്താണ്? പാമ്പിനെ ആ വടി കൊണ്ട് ദബായ ജാ സക്താത്ത. ദബാന എന്ന് വെച്ചാൽ പ്രസ് ചെയ്ത് വെക്കുക, അങ്ങനെ അമർത്തി വെക്കുക, വടി വെച്ച് അതിനെ അമർത്തി വെക്കാൻ പറ്റുമായിരുന്നു. പർ ഐസ കർണ മാനോ തോപ്പ് കെ മോഹരെ പർ കടാ ഹോനാത്ത. പക്ഷേ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? തോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോക്കിൻ്റെ തുമ്പത്ത് നിൽക്കുന്ന പോലെയാണ് അങ്ങനെ ചെയ്യുക. അതിൻ്റെ അർത്ഥം അത് എപ്പോഴും എന്തും ചെയ്യാൻ സാധിക്കും, ആക്രമിക്കാൻ സാധിക്കും, എന്തും സംഭവിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമായിരുന്നു അതും. പിന്നെ അവിടുന്ന് വേഗം ഓടിപ്പോവാനോ മാറിപ്പോവാനോ സ്ഥലവും ഇല്ലല്ലോ അതിനകത്ത്. യദി ഫൺ യാ ഉസ്കെ സമീപ് ക ഭാഗ് ന ദബ. എങ്ങാനും നമ്മൾ ചെയ്യാൻ പോയി ഫൺ അതിൻ്റെ പടം അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഭാഗം അത് ന ദബ അതിങ്ങനെ അമർന്നില്ല എന്ന് വെച്ചോ, അത് ശരിക്കും അമർന്നില്ല എന്നുണ്ടെങ്കിൽ എന്താവും സ്ഥിതി? तो फिर वह पलट कर ज़रूर काटता. പിന്നെ അത് തിരിച്ച് തീർച്ചയായിട്ടും കടിക്കും. और फन के पास दबाने की कोई संभावना भी होती तो फिर उसके पास कड़ी हुई दो चुट्टियों को कैसे उठाता. അങ്ങനെ ആ പടത്തിനെ ദബാനേക്കാ കോയി സംഭാവന ബി ഹോത്തി തോ അതിനെ പ്രസ് ചെയ്യാൻ അമർത്തി വെക്കാനുള്ള വല്ല ചാൻസ് പോസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഉസ്കെ പാസ് കടി ഹുയി ദോ ചിട്ടിയോ കോ അതിൻ്റെ അടുത്താണ് 2 ലെറ്റേഴ്സ് കിടക്കുന്നത്. അതിനെ ഞാൻ എങ്ങനെ എടുക്കും? ദോ ചിട്ടിയാ ഉസ്കെ പാസ് ഉസ്സെ സട്ടി ഹുയി പടി തി. 2 ലെറ്റേഴ്സ് അതിൻ്റെ അടുത്ത് അതിനെ മുട്ടിയിട്ട്, സട്ടി ഹുയി എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് അല്ലെങ്കിൽ തൊട്ട് മുട്ടിയിട്ടായിരുന്നു അവിടെ കിടക്കുന്നുണ്ടായിരുന്നത്. ഓർ ഏക് മേരി ഓർത്തി, ഒന്ന് ഞാൻ നിൽക്കണം അവിടെ, എൻ്റെ ആ സൈഡായിരുന്നു. മേ തോ ചിട്ടിയ ലേനെ ഹി ഉത്രാത്ത, ഞാൻ ലെറ്റേഴ്സ് എടുക്കാനാണ് ഇറങ്ങിയത്. ഹം ദോനോ അപ്പനെ പാൻത്രോ പർ ഡഠേ തേ. ഞങ്ങൾ രണ്ടുപേരും അവരവരുടെ പോസ്റ്ററിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പാൻത്രോ എന്ന് പറഞ്ഞാൽ പോസ്റ്റർ, അവരവരുടെ പൊസിഷനിൽ മുദ്ര. ഡട്ടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഉസ് ആസൻ പർ ഖടെ ഖടെ മുझे 4-5 മിനിറ്റ് ഹോ ഗए. അതേ ആസനത്തിൽ എന്ന് വെച്ചാൽ അതേപോലെ അതേ പൊസിഷനിൽ നിന്ന് എനിക്ക് 4-5 മിനിറ്റായി. ദോനോ ഓർ സെ മോർച്ചെ പടേ ഹുയേ തേ. രണ്ടുപേരുടെയും സൈഡിൽ നിന്നും എന്താണ് മോർച്ചെ പടേ ഹുയേ തേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം ചെയ്യാൻ കാത്തു നിൽക്കുകയായിരുന്നു, പറഞ്ഞാൽ നേരിടാൻ വേണ്ടിയിട്ട്. പാമ്പും തന്നെ പിന്നെ റൈറ്ററും തന്നെ. പർ മേരാ മോർച്ച കംജോർ താ. പക്ഷേ എൻ്റെ സൈഡിൽ നിന്ന് എന്താണ്? വീക്കായിരുന്നു, വീക്കായിരുന്നു. എന്തായാലും പാമ്പ് തന്നെയാണ് സ്ട്രോങ് എന്ന് തീരുമാനിച്ചു. കഹി സാമ്പ് മുझ पर झपटा पड़ता तो झपट पड़ता तो. എങ്ങാനും പാമ്പ് എൻ്റെ മേലെ झपट पड़ना എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യുക, അങ്ങനെ കുതിച്ചു വരിക, ചാടുക മേലേക്ക്. അപ്പം എങ്ങാനും അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ യദി ബഹുത് കർത്താ തോ എങ്ങാനും കുറേ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉസെ പക്കടക്കർ കുച്ചൽക്കർ മാർ ദേത്ത അതിനെ പിടിച്ച് കുച്ചൽക്കർ എന്ന് പറഞ്ഞാൽ ചവിട്ടുകയൊക്കെ ചെയ്ത് കൊല്ലും ഞാൻ അതിനെ.
पर वह तो अचूक तरल विष मेरे शरीर में पहुंचा ही देता. പക്ഷേ എന്നാൽ അച്ചൂക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് കൊടുത്തിട്ടുണ്ട് ഖാലി ന ജാനെ വാല നിശ്ചിത് എന്ന് പറഞ്ഞാൽ വെറുതെ പോകില്ല എന്ന് പറയില്ലേ, അതാണ് അച്ചൂക്കിൻ്റെ അർത്ഥം. പക്ഷേ പാമ്പാണെന്നുണ്ടെങ്കിലോ അതിൻ്റെ തരൾ വിഷ, അതിൻ്റെ വിഷം മേരെ ശരീരമേ പਹੁഞ്ചാഹി ദേത്ത, എൻ്റെ ശരീരത്തിൽ എന്തായാലും എത്തിക്കുക തന്നെ ചെയ്യും. പറഞ്ഞാൽ അത് വെറുതെ പോകില്ല, എന്തായാലും എൻ്റെ ശരീരത്തിൽ എങ്ങനെയും അതിൻ്റെ വിഷം എത്തിക്കുക തന്നെ ചെയ്യും. और अपने साथ साथ मुझे भी ले जाता, അതിൻ്റെ കൂടെ എന്നെയും കൊണ്ടുപോകും. अब तक सांप ने वार न किया था, ഇപ്പോൾ വരെ പാമ്പ് അറ്റാക്ക് ചെയ്തിട്ടില്ല, ആക്രമിച്ചിട്ടില്ല. इसलिए मैंने भी उसे डंडे से दबाने का ख्याल छोड़ दिया, അതുകൊണ്ട് ഞാനും അതിനെ വടി കൊണ്ട് അമർത്തി പിടിക്കാൻ, പ്രസ് ചെയ്ത് പിടിക്കാൻ ഞാനും അങ്ങനത്തുള്ള വിചാരങ്ങളൊക്കെ വിട്ടുകളഞ്ഞു. ऐसा करना उचित भी न था, അങ്ങനെ ചെയ്യുന്നത് ഉചിതവുമല്ല. अब प्रश्न था कि चिट्टियाँ कैसे उठाई जाए, ഇനി ഉള്ള ക്വസ്റ്റ്യൻ ആണ് ആ ലെറ്റർസ് എങ്ങനെയാണ് അവിടുന്ന് എടുക്കുക എന്നുള്ളത്. ബസ് ഏക് സൂരത്ത് തി, ഒരു ഉപായമുണ്ട്. സൂരത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഉപായം, ഫേസ് എന്നാണ് സാധാരണയായിട്ട് പറയുക സൂരത്തിന്, പക്ഷേ വളരെ റെയറായിട്ട് പറയുന്നതാണ്. ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആശയം മനസ്സിൽ വരിക. ഡണ്ടേ സെ സാംപ് കി ഓർ സെ ചിട്ടിയോക്കു സർക്കായ, ആ വടി കൊണ്ട് പാമ്പിൻ്റെ അടുത്ത് നിന്ന് ആ ലെറ്റേഴ്സിനെ പതുക്കെ സർക്കായ ജായി, പതുക്കെ ഇങ്ങോട്ട് നീക്കുക, അതാണ് ആലോചിച്ച് വരുന്നത്. യദി സാംപ് ടൂട്ട് പടാത്തോ, എങ്ങാനും ഈ പാമ്പിന് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കോയി ചാരാനാത്ത, വേറെ ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ കുർത്ത ഥ ഓർ കോയി കപ്പട ന ഥ, കുർത്ത മാത്രമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്ന കുർത്ത അല്ലേ, ബാക്കി ധോത്തിയും അഴിച്ചിട്ട് ഇതിൽ കെട്ടിയിരിക്കില്ലേ ചെയ്യുന്നത്, വേറെ തുണിയൊന്നും കയ്യിലില്ല. ഓർ കോയി കപ്പട ന ഥ, വേറെ തുണിയൊന്നുമില്ല. ജിസ്സെ സാംപ് കെ മൂക്കി ഓർ കർക്കെ ഉസ്കെ ഫൺ കോ പക്കഡ്ലു, പറഞ്ഞാൽ വേറെ തുണി ഉണ്ടെങ്കിൽ എന്തിനാണത്, സാംപ് കി മൂക്കി ഓർ കർക്കെ, ആ പാമ്പിൻ്റെ ആ വായിൻ്റെ അവിടെ കൊണ്ടുപോയി അതിൻ്റെ ഫൺ, അതിൻ്റെ പടത്തിൻ്റെ അവിടെ അതിനെ പിടിക്കാൻ, ആ തുണി കൊണ്ട് കൂട്ടി പിടിക്കാൻ, വേറെ തുണിയൊന്നും ഇല്ല. മാർന യ ബിൽക്കുൽ ഛേഡ്ഖാനി ന കർണ, അപ്പോൾ ഈ ദോ മാർഗത്തെ എന്താണ്, രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്നല്ലെങ്കിലോ അതിനെ കൊല്ലുക, അല്ലെങ്കിലോ ബിൽക്കുൽ ഛേഡ്ഖാനി ന കർണ, അതിനെ തീരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. അങ്ങനെ രണ്ട് മാർഗ്ഗമാണ് ഉള്ളത്. സോ പെഹല മേരി ശക്തിക്ക് ബഹർത്ത, ആദ്യത്തെ ഓപ്ഷൻ എന്താണ്, അതിനെ കൊല്ലുക, മാർന, അത് എൻ്റെ ശക്തിക്ക് ബഹർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കപ്പാസിറ്റീൻ്റെ ബിയോണ്ട് ആയിരുന്നു, പക്ഷെ എനിക്ക് പറഞ്ഞാൽ അതെനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമായിരുന്നു. ബാധ്യ ഹോക്കർ ദൂസരെ മാർഗ്ഗക്ക അവലംബൻ കർണാപ്പട, പറഞ്ഞാൽ നിവൃത്തിയില്ലാതെ ദൂസരെ മാർഗ്ഗക്ക, രണ്ടാമത്തെ ഓപ്ഷൻ്റെ സ്വീകരിക്കേണ്ടി വന്നു. അവലംബൻ കർണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, അത് ചെയ്യേണ്ടി വന്നു. डंडे को लेकर जो ही मैंने साम की दाई और पड़ी चिट्टी की और उसे बढ़ाया कि, ആ വടിയെടുത്ത് ഞാൻ പാമ്പിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ലെറ്ററിനെ നീക്കാൻ നോക്കിയ സമയത്ത് സാം കാ ഫൺ പീച്ചേക്ക് ഓർ ഹുവ, ആ പാമ്പിൻ്റെ പടം പിന്നാലേക്കായി. പറഞ്ഞാൽ എങ്ങനെ മൂവ് ചെയ്യാൻ ശ്രമിക്കണോ അതിനനുസരിച്ച് ആ പാമ്പും റിയാക്ട് ചെയ്യുന്നുണ്ട്. ധീരെ ധീരെ ഡണ്ട ചിട്ടിക്ക് ഓർ ബട, പതുക്കെ പതുക്കെ ആ വടി ലെറ്ററിൻ്റെ അടുത്തേക്ക് എത്തിച്ചു. ഓർ जो ही चिट्टी के पास पहुंचा कि फुकार के साथ काली बिजली तड़पी, ആ ലെറ്ററിൻ്റെ അടുത്ത് വടി എത്തിയപ്പോൾ ഫുക്കാർ കെ സാത്ത് പറഞ്ഞാൽ ഫുക്കാർ സൗണ്ട്, സ്നേക്കിൻ്റെ സൗണ്ട്, പാമ്പിൻ്റെ സൗണ്ടിന് ഹിസ്സിംഗ് എന്ന് പറയില്ല, ആ ഹിസ്സിംഗ് സൗണ്ടോട് കൂടിയിട്ട് കാലി ബിജ്ലി, ഒരു കറുത്ത കറണ്ട് അടിച്ച പോലെ തോന്നി. ഓർ ഡണ്ടേ പർ ഗിരി, അങ്ങനെ എന്തോ വന്ന് പിന്നെ ആ വടിയിൽ വീണു. ഹൃദയമേ കമ്പ് ഹുവ, എൻ്റെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി. ഓർ ഹാത്തോനെ ആജ്ഞ നമാനി, എൻ്റെ കൈകൾ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. ആജ്ഞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ, ഞാൻ പറഞ്ഞ ആജ്ഞയൊന്നും കേട്ടില്ല കൈകൾ, അതിൻ്റെ അർത്ഥം കൈയൊന്നും വേണ്ട വിധത്തിൽ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡണ്ട ചൂട്ട് പട, വടി വിട്ടുപോയി, കയ്യിൽ നിന്ന് വിട്ടുപോയി. മെത്തോന മാലൂം കിത്തന ഊപ്പർ ഉച്ചൽ ഗയ, ഞാൻ എത്ര മുകളിലേക്ക് ചാടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ജാൻ ബുജ്കർ നഹി, വേണം വെച്ചിട്ടല്ല. യോഹി ബിദക്കർ, പേടിച്ചിട്ട്, ബിദക്കർ എന്ന് പറഞ്ഞാൽ പേടിച്ച് ചാടുക, നമ്മൾ അറിയാണ്ട് തന്നെ ചാടിപ്പോയില്ലേ പേടിച്ചിട്ട് ചില സമയത്ത്, അങ്ങനെ പിന്നെ ഒരു പ്രാവശ്യം ചാടാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല ശരിക്ക് അത്രയും ഉയരത്തിൽ, അങ്ങനെ ഞാൻ അറിയാണ്ട് ചാടിപ്പോയി. ഉച്ചൽക്കർ ജോ ഖടാ ഹുവ, പിന്നെ അങ്ങനെ ചാടി അവിടെ നിന്നു. തൊദ്ദേക്ക ഡണ്ടേക്കെ സെർപ്പർ, അവിടെ നിന്ന സമയത്ത്, ചാടി നിന്ന സമയത്ത് കണ്ടു, എന്താണ് കണ്ടത്, ആ വടിയുടെ സിർപ്പർ, അതിൻ്റെ തലപ്പത്ത്, 3-4 സ്ഥാനോ പർ, 3-4 സ്ഥലത്തായിട്ട് പീവ് സാ കുച്ച് ലഗാ ഹുവാ താ. പീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പസ് അല്ലെങ്കിൽ പഴുപ്പ് എന്നൊക്കെ പറയില്ലേ, മുറിവെന്ന് വരുന്നത്, അതുപോലെ എന്തോ വീണിട്ടുണ്ടായിരുന്നു. വഹ വിഷ് ഥ, അത് വിഷമായിരുന്നു. സാംപിനെ മാനോ അപ്നി ശക്തി കാ സർട്ടിഫിക്കറ്റ് സാമനെ രഖ് ദിയാ താ, പാമ്പ് തൻ്റെ ശക്തിയുടെ സർട്ടിഫിക്കറ്റ് എൻ്റെ മുന്നിൽ വെച്ച പോലെയാണ് തോന്നിയത്. पर मैं तो उसकी योग्यता का पहले से ही കായൽ था. കായൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാന്യവാല പറഞ്ഞാൽ സമ്മതിക്കുക, സമ്മതിച്ച് തന്നു എന്ന് പറയില്ലേ അങ്ങനെ. പക്ഷേ ഞാൻ അതിൻ്റെ യോഗ്യതയുടെ ആദ്യമേ തന്നെ അതിൻ്റെ യോഗ്യതയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയണം.
ഉസ് സർട്ടിഫിക്കറ്റ് കി കോയി ജറൂരത്ത് നാ തി. അതിൻ്റെ ആ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമേ എനിക്കുണ്ടായിരുന്നില്ല. അതിൻ്റെ യോഗ്യത എനിക്ക് ആദ്യമേ അറിയായിരുന്നു. അതിൻ്റെ അർത്ഥം സാമ്പിനെ ലഗാത്താർ ഫൂ ഫൂ കർക്കെ ഡണ്ടേ പർ 3-4 ചോട്ടേ കി. പാമ്പ് കണ്ടിന്യൂ ഫൂ ഫൂ ചെയ്തിട്ട് ആ വടിയിൽ 3-4 പരിക്കും കൂടി ഏൽപ്പിച്ചു. അതിൻ്റെ അർത്ഥം ആ വടിയിൽ ഇങ്ങനെ അടിച്ചു. അത് വഹ ഡണ്ട പെഹലി ബാർ ഇസ് ബാന്തി അപമാനിത് ഹുവാ താ. ആ വടി ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ അപമാനിതമാകുന്നത്. യാ ഷായദ് വഹ സാംപ് കാ ഉപഹാസ് കർ റഹാ താ. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ വടി ആ പാമ്പിനെ പരിഹസിക്കുകയായിരിക്കും. ഉപഹാസ് കർണ എന്ന് വെച്ചാൽ പരിഹസിക്കുക, മസാക്ക് കർണ. അപ്പോൾ മസാക്ക് ഉഠാന, സോറി. അപ്പോൾ പാമ്പ് ഒരുപക്ഷെ വടി പാമ്പിനെ പരിഹസിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും തിരിച്ച് പാമ്പ് തന്നെ വടിയെ 2 അടി അടിച്ചത് എന്നാ പറയുന്നത്. വടിയുടെ പണി എന്താണ്? സാധാരണ മറ്റുള്ളവരെ അടിക്കുക. ഇത് നേരെ തിരിച്ചാണ് കിട്ടിയത് ഇവിടെ, അല്ലേ? അതാണ് പറയുന്നത്. उधर ऊपर फूफू और मेरे उछलने और फिर वहीं धमाके से खड़े होने से छोटे भाई ने समझा कि ഇവിടെ ഫൂഫു ശബ്ദവും പിന്നെ നമ്മുടെ റൈറ്റർ അവിടെ നിന്ന് ചാടിയതും പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ നിന്നതും ഇതെല്ലാം കണ്ടു നിന്നിട്ട് ആ ചെറിയ ബ്രദർ എന്താണ്, അവൻ എന്താ വിചാരിച്ചത്? മേരാ കാര്യം സമാപ്ത ഹോ ഗയാ, എൻ്റെ പണി കഴിഞ്ഞു, എൻ്റെ കാര്യം കഴിഞ്ഞു എന്ന് അവൻ വിചാരിച്ചു. ഓർ ബന്ധുത്വ കാ നാത്ത ഫൂഫു ഓർ ധമാക്കെ മേ ടൂട്ട് ഗയാ. ബന്ധുത്വത്തിൻ്റെ നാത്ത പറഞ്ഞ ആ റിലേഷൻ, ആ ഫൂഫു ധമാക്ക, അതിലൊക്കെ ആ കാര്യങ്ങളിലൊക്കെ അതിൻ്റെ പണി കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു. പറഞ്ഞാൽ ആ ബന്ധമൊക്കെ പോയി എന്ന് വിചാരിച്ചു. ഉസ്നെ ഖയാൽ കിയാ കി സാംപ് കെ കാട്ടനെ സെ മേ ഗിർ ഗയാ. അവൻ എന്താ വിചാരിച്ചത്? ചെറിയ ഭായി എന്താ വിചാരിച്ചത്? പാമ്പ് കടിച്ചു, ഞാൻ അവിടെ വീണു എന്ന് അവൻ വിചാരിച്ചു. അവന് മനസ്സിലായിട്ടില്ല ശരിയായിട്ട് കാര്യങ്ങൾ എന്താന്ന്. മേരി കഷ്ട ഓർ വിരഹ കെ ഖയാൽ സെ ഉസ്കെ കോമൽ ഹൃദയക്കോ ധക്ക ലഗ. എൻ്റെ കഷ്ടങ്ങളും എൻ്റെ ഈ ദുഃഖങ്ങളും ഒക്കെ ആലോചിച്ചിട്ട് അവൻ്റെ ആ കോമള ഹൃദയം വല്ലാതെ വേദനിച്ചു. അവൻ ചെറിയ കുട്ടിയല്ലേ, 8 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഭ്രാതൃ സ്നേഹക്കെ താനെ ബാനിക്കോ ചോട്ട് ലഗി. ഭ്രാതൃ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദര സ്നേഹം. സഹോദര സ്നേഹത്തിൻ്റെ താനബാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ രഴയും. അതിൻ്റെ അർത്ഥം വളരെ ആഴമേറിയ ആ സ്നേഹം, അതിന് ചോട്ട് ലഗി, പരിക്കേറ്റു. ഉസ്കി ചീക്ക് നിക്കൽ ഗയി. അവൻ നിലവിളിച്ചു അവിടെ. ചോട്ടെ ബായിക്ക് ആശങ്ക ബേജ നഥി. ബേജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അനുചിത്ത് പറഞ്ഞാൽ ഉചിതമല്ലാത്തത്. അപ്പോൾ ആ ചെറിയ ഭായിയുടെ ആശങ്ക, അവൻ്റെ ആ പേടിയൊന്നും അനുചിതം ആയിരുന്നില്ല. അതിൻ്റെ അർത്ഥം ഉചിതമായിരുന്നു. പറഞ്ഞാൽ അവൻ വിചാരിച്ചതൊക്കെ ഏകദേശം സംഭവിക്കാൻ സാധ്യതയുള്ളത് തന്നെയായിരുന്നു, അല്ലേ? पर उस फू और धमाके से मेरा साहस कुछ बढ़ गया. എന്നാൽ ആ ഫൂ ധമാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ബ്ലാസ്റ്റ് എന്നൊക്കെ പറയില്ല, അങ്ങനെ അതിന്നൊക്കെ എൻ്റെ ധൈര്യം കുറച്ചുകൂടി കൂടി വന്നു. ദുബാര ഫിർ ഉസി പ്രകാർ ലിഫാഫെക്കോ ഉഠാനേക്ക് ചേഷ്ടാക്കി. പിന്നെയും 2ാമത്തെ തവണ ഞാൻ അതേപോലെ തന്നെ ആ കവറ് എടുക്കാൻ പരിശ്രമിച്ചു. ലിഫാഫ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻവലപ്പ്. അബ് കി ബാർ സാംപിനെ വാർ ഭി കിയ. ഈ പ്രാവശ്യം പാമ്പ് അറ്റാക്കും ചെയ്തു. ഓർ ഡണ്ടേ സെ ചിപ്പട്ട് ഭി ഗയ. പിന്നെ ആ വടിയിൽ ചുറ്റും ചെയ്തു. ഡണ്ട ഹാത്ത് സെ ചൂട്ടാത്തോ നെഹി. വടി കയ്യിൽ നിന്ന് വിട്ടുപോയില്ലായിരുന്നു. पर झिझक सहम अथवा आतंक से अपनी ओर को खिंच गया. झिझक എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെസിറ്റേഷൻ, സങ്കോചം. സഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയ, ഡർ. അഥവാ ആതങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാനിക് ആവുക. അപ്പോൾ എന്താണ്, ഭയങ്കര ഹെസിറ്റേഷനും പിന്നെ ഭയവും പാനിക്കും ആയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഓർ ഗുഞ്ചൽക്ക് മാർത്താ ഹുവ. ഗുഞ്ചൽക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ മീനിങ് കൊടുത്തിട്ടുണ്ട് ഗുത്തി ഘാട്ട്. ഘാട്ട് എന്ന് പറഞ്ഞാൽ നോട്ടാണ് കേട്ടോ, കെട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ആ വാലിൻ്റെ ഭാഗം ഉൽജ ഉവ ഹിസ്സ എന്ന് പറയാൻ പറ്റും. ഉൽജ ഉവ ഹിസ്സ അല്ലെങ്കിൽ ഉൽജ ഉവ ഭാഗ് എന്ന് പറഞ്ഞാൽ ഒരു കെട്ട് വണഞ്ഞ് കിടക്കണ പോലെ എന്ന് പറയില്ല, അങ്ങനെ. ആ ഭാഗം കൊണ്ട് മാർത്താ ഉവ അങ്ങനെ അടിച്ചിട്ട് സാംപ് കാ പിച്ചല ഭാഗ് മേരെ ഹാത്തോസെ ചൂകയ. ആ പാമ്പിൻ്റെ പിച്ചല ഭാഗ് ബാക്ക് സൈഡിലുള്ള പറഞ്ഞാൽ വാലിൻ്റെ അറ്റം എന്താണ്, എൻ്റെ കയ്യിൽ ടച്ചായി. ഉഫ് കിത്ന ठंडा था. എത്ര തണുപ്പായിരുന്നു. ഡണ്ടേക്കോ മേനെ ഏക് ഓർ പടക് ദിയ. അപ്പോൾ വടിയെ ഞാൻ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് ഇട്ടു. യദി കहीं उसका दूसरा वार पहले होता तो उछल कर मैं सांप पर गिरता और न बचता. എങ്ങാനും എന്താ ഇവിടെ പറയുന്നത്, യദി കഹി ഉസ്ക ദൂസറ വാർ, 2ാമത്തെ തവണ അത് അറ്റാക്ക് ചെയ്തു എന്നല്ലേ പറഞ്ഞത്. ആദ്യത്തെ തവണ ഒന്നും ആയില്ല, 2ാമത്തെ തവണ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഈ ദൂസറ വാർ, ഈ 2ാമത്തെ തവണ അറ്റാക്ക് ചെയ്തത് പെഹലെ ഹോത്ത, ആദ്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ, ആദ്യത്തെ തവണയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഉച്ചൽ കർമ്മ സാമ്പ് പർ ഗിർജാത്ത, ഞാൻ ചാടി ആ പാമ്പിൻ്റെ മേലെ തന്നെ വീഴുമായിരുന്നു. ന ബച്ച്ത, ഞാൻ രക്ഷപ്പെട്ടില്ലായിരുന്നു. പറഞ്ഞാൽ 2ാമത്തെ തവണ ആയതുകൊണ്ട് എന്താണ്, കുറച്ചുകൂടി മാനേജ് ചെയ്യാനുള്ള ടൈം കിട്ടി. ആദ്യമേ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു.
लेकिन जब जीवन होता है तब हज़ारों ढंग बचने के നിക്കൽ ആത്തെ ഹേ. പക്ഷെ നമ്മുടെ ജീവിതം ഉണ്ട്, നമുക്ക് ജീവിക്കാൻ വിധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 1000 പ്രാവശ്യം എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും രക്ഷപ്പെട്ടു വരും. വഹ ദൈവി കൃപാതി, അത് ദൈവത്തിൻ്റെ കൃപയായിരുന്നു. ഡണ്ടേക്ക് മേരി ഓർ കിച്ച് ആനെ സേ മേരെ ഓർ സാം കെ ആസൻ ബദൽ ഗയേ. അപ്പോൾ ഈ വടി മേരെ ഓർ കിച്ച് ആനെ സേ എൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നതുകൊണ്ട് മേരെ ഓർ സാം കെ ആസൻ ബദൽ ഗയേ, എൻ്റെയും പാമ്പിൻ്റെയും ആസൻ, ആ മുദ്ര പോസ്റ്റർ മാറിപ്പോയി, അതിൽ മാറ്റം വന്നു. മേനെ തുരന്ത് ഹി ലിഫാഫെ ഓർ പോസ്റ്റ് കാർഡ് ചുൻ ലിയെ, ഞാൻ പെട്ടെന്ന് തന്നെ ആ എൻവലപ്സും പോസ്റ്റ് കാർഡും ഒക്കെ എടുത്തു. चिट्टियों को धोती से जोर में बांध दिया, കത്തുകളെ എടുത്ത് ധോത്തിയില മുണ്ടിൻ്റെ പിന്നെ തലപ്പത്ത് കെട്ടിവെച്ചു. और छोटे भाई ने उन्हें ऊपर खींच लिया, ചെറിയ ഭായി അതിനെ മേലേക്ക് വലിച്ചെടുത്തു. डंडे को सांप के पास से उठाने में भी बड़ी कठिनाई पड़ी, വടിയെ പാമ്പിൻ്റെ അടുത്ത് നിന്ന് എടുക്കാനും വളരെ ബുദ്ധിമുട്ടി. സാംപ് ഉസ്സെ ഖുൽക്കർ ഉസ് पर धरना देकर बैठा था, ആ പാമ്പ് ഖുൽക്കർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓപ്പണായിട്ട് ധർണ ദേക്കർ बैठा था എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചവിടെ ഇരിക്കുകയായിരുന്നു, നല്ല സ്ട്രൈക്ക് പിടിച്ചിട്ട് എന്നൊക്കെ പറയില്ല, അതുപോലെ ഇരിക്കുകയായിരുന്നു. ജീത്ത് तो मेरी हो चुकी थी, വിജയം എൻ്റെ ആയി കഴിഞ്ഞു. पर अपना निशान गवा चुका था, अपना निशान गवा चुका था, എൻ്റെ നിഷാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം അത് മിസ്സായിപ്പോയി. ഗവാ ചുക്കാത്ത പറഞ്ഞാൽ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ വിചാരിച്ച പോലെ അല്ലല്ലോ സാധിച്ചത്, അതാണ് പറയുന്നത്. ആകെ ഹാത്ത് ബടാത്ത തോ സാംപ് ഹാത്ത് പർ വാർ കർത്ത, എങ്ങാനും കയ്യെ മുന്നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കയ്യിൽ അറ്റാക്ക് ചെയ്യും. ഇസിലിയെ കുയേ കി ബഗൽ സേ ഏക് മുട്ടി മിട്ടി ലേക്കർ മേനെ ഉസ്കി ദായി ഓർ ഫേക്കി, ഈ വടി എടുക്കണമല്ലോ അതിനാണ്. അപ്പം എന്താ ചെയ്തത്, ആ കിണറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇവിടുന്ന് ഒരു മുട്ടി പറഞ്ഞാൽ കയ്യിൽ നിറച്ച് മണ്ണെടുത്തു, എന്നിട്ട് ഉസ്കി ദായി ഓർ ഫേക്കി റൈറ്റ് സൈഡിലേക്ക് എറിഞ്ഞു, ഈ പാമ്പിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എറിഞ്ഞു. വഹ ഉസ് പർ ഝപ്റ്റ, അപ്പോൾ വേഗം എവിടെ എറിഞ്ഞ് വെച്ചാൽ എന്തെങ്കിലും പോയി വീഴുന്ന സമയത്ത് അങ്ങോട്ട് നോക്കി കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കും. पर मैंने दूसरे हाथ से उसकी बाईं ओर से डंडा खींच लिया, വടി എവിടെയാണ്, ലെഫ്റ്റ് സൈഡിലാണ് വടി കിടക്കുന്നത്, അതുകൊണ്ടാണ് മണ്ണെടുത്ത് റൈറ്റ് സൈഡിലേക്ക് എറിഞ്ഞത്. അപ്പം വേറെ കൈകൊണ്ട് പിന്നെ ബായ് ഓർ സെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ വടി വലിച്ചെടുത്തു. पर बात की बात में उसने दूसरी ओर भी वार किया, പറഞ്ഞ ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ സൈഡും എന്താണ് അറ്റാക്ക് ചെയ്തു പാമ്പ്. യദി ബീച്ച് में डंडा न होता तो पैर में उसके दांत गड़ गए होते, എങ്ങാനും ഇടയിൽ ആ ഒരു വടി ഇല്ലായിരുന്നുവെങ്കിൽ പേർമേ കാലിൽ ദാന്ത് ഗേ ഹോത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പല്ല് കുത്തിയിട്ടുണ്ടാവും, അതിൻ്റെ പല്ല് കുത്തിയിട്ടുണ്ടാവും. ആ ഇടയിൽ ആ വടിയുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. अब ऊपर चढ़ना कोई कठिन काम न था, ഇനി മുകളിലേക്ക് കയറുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമായിരുന്നില്ല. കേവൽ ഹാത്തോं के सहारे, വെറും കൈയിൻ്റെ സപ്പോർട്ടോടുകൂടി पैरों को बिना कहीं लगाए हुए 36 फुट ऊपर चढ़ना मुझसे अब नहीं हो सकता. पैरों को बिना कहीं लगाए हुए, കാലുകളെ എവിടെയും സപ്പോർട്ട് കൊടുക്കാതെ 36 ഫൂട്ട് 36 ഫൂട്ട് മുകളിലേക്ക് കയറുക എന്നുള്ളത് ഇനി എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല, എന്നെ കൊണ്ട് കഴിയില്ല. 15-20 ഫുട്ട് ബിനാ പേരോं के सहारे, അപ്പോൾ എങ്ങനെയാണ് പറയണത്, 15-20 ഫൂട്ട് കാലിൻ്റെ പിന്നെ സപ്പോർട്ട് ഇല്ലാതെ കേവൽ ഹാത്തോं के बल, വെറും കൈകൊണ്ട് ചട്നയ്ക്ക് ഹിമ്മത്ത് റക്താ ഹൂം, അങ്ങനെ കയറാനുള്ള ഒരു ധൈര്യം, അങ്ങനെയുള്ള പിന്നെ കപ്പാസിറ്റി ഇപ്പം എനിക്ക് ഉള്ളൂ. കം ഹി അധിക് നഹി, കുറവ് അതിലും കൂടുതലില്ല. पर उस 11 वर्ष की अवस्था में मैं 36 ഫൂട്ട് ചട, പക്ഷേങ്കിൽ ആ 11 വയസ്സ് പ്രായമുള്ള സമയത്ത് ഞാൻ 36 ഫൂട്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ബാഹെ ഭർ ആയി തീ, ബാഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈകളൊക്കെ നിറഞ്ഞു പോയി, അതിൻ്റെ അർത്ഥം കൈകളൊക്കെ ഭയങ്കര വേദനയായി. ചാത്തി ഫൂൽ ഗൈ തീ, ചാത്തി എന്ന് പറഞ്ഞാൽ നെഞ്ച്, ചെസ്റ്റ്, ഫൂൾ ഗൈ നിറഞ്ഞു പോകുക, അതിൻ്റെ അർത്ഥം പിന്നെ നെഞ്ഞ് വീർപ്പ് മുട്ടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആവാൻ തുടങ്ങി. ദോക്കന്നി ചൽ രഹി തീ, ദോക്കന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തീയൊക്കെ കത്തിക്കണ സമയത്ത് ഇങ്ങനെ കുഴൽ പോലെ ഊതുകയൊക്കെ ചെയ്യില്ലേ, അതിനെയാണ് ദോക്കന്നി എന്ന് പറയുക. പറഞ്ഞാൽ അതിൽ കൂടിയിട്ട് ഇങ്ങനെ പൂന്ന് എയർ പോവില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ അതുപോലെ എൻ്റെ നെഞ്ഞത്തുനിന്ന് അങ്ങനെ പിന്നെ ശ്വാസം വിടുണ്ടായിരുന്നു, പോകുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് അർത്ഥം. പറേ കെ കിഞ്ച് സറക് സറക്കർ അപ്പനി ബുജാവും കെ ഭൽമേ മേ ഊപ്പർ ചടായ, പറഞ്ഞാൽ ഓരോരോ ഇഞ്ചായിട്ട് സറക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീങ്ങി പതുക്കെ നീങ്ങി ഭുജാവും കെ ബൽമേ, കൈയിൻ്റെ സഹായത്തോടു കൂടി ഞാൻ മുകളിലേക്ക് വന്നു. യദി ഹാത്ത് ചൂട്ട് ജാത്തേത്തോ, എങ്ങാനും കൈ വിട്ടുപോയാൽ
क्या होता എന്താവും इसका അനുമാൻ करना कठिन है അത് അനുമാനം പിന്നെ അത് അനുമാനിക്കാൻ പറഞ്ഞാൽ അത് ആലോചിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഊപ്പർ ആക്കർ ബേഹാൽ ഹോക്കർ മുകളിലെത്തി ബേഹാൽ ഹോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശം കണ്ടീഷനായി. തോടി ദേർ തക് പടാ രഹ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു മിണ്ടാണ്ട്. ദേഹക്കോ ജാർ ജൂർക്കർ ധോത്തി കുർത്ത പെഹന ശരീരത്തിനേക്ക് തുടച്ച് വൃത്തിയാക്കി പറഞ്ഞാൽ ഡസ്റ്റും ഗിസ്റ്റൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ അങ്ങോട്ട് പൊടിയൊക്കെ തട്ടിയിട്ട് ജാർ ജൂർക്കർ എന്ന് പറഞ്ഞാൽ ആ പൊടിയൊക്കെ തട്ടി മാറ്റി ധോത്തി കുർത്തേക്ക് ഇട്ടു. ഫിർ കിഷൻപൂർ കെ ലഡ്കെ കോ ജിസ്നെ ഊപ്പർ ചഡ്നേക്ക് ചേഷ്ടാക്കോ ദേക്കാത്ത പിന്നെ ആ കിഷൻപൂരിലെ കുട്ടികളെ ആരാണോ ഊപ്പർ ചഡ്നേക്ക് ചേഷ്ടാക്കോ ദേക്കാത്ത മുകളിൽ കയറണ അത് കണ്ട കുട്ടികളെ ആ കുട്ടികളുടെ അടുത്ത് താക്കീത് കർക്കെ താക്കീത് കൊടുത്തു. പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് താക്കീത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർ ചേത്താനേക്ക് ക്രിയ പറഞ്ഞാൽ വാർണിംഗ് കൊടുക്കുക പറഞ്ഞു. എന്താ പറഞ്ഞത് വഹ് കുയേ വാലി ഘട്ടന കിസി സെ ന കഹേ ഹം ലോഗ് ആകെ ബഡേ. ഈ കിണറ്റിൻ്റെ ഈ കാര്യം ഈ ഇറങ്ങിയതും കയറിയതൊക്കെ ഈ കാര്യം ഒരാളുടെ അടുത്തും പറയരുതെന്ന് ബാർ വെറുതെ താക്കീത് കൊടുത്തു, വാർണിംഗ് കൊടുത്തു. ഹം ലോഗ് ആകെ ബഡേ പിന്നെ മുന്നോട്ട് പോയി. सन 1915 में मेट्रिकुलेशन पास करने के उपरांत यह घटना मैंने माँ को सुनाया. 1915 മെട്രിക്കുലേഷൻ പാസ് ആയതിന് ശേഷമാണ് ലേഖകൻ ഈ നടന്ന സംഭവം അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ 1908 ഈ സംഭവം നടന്നു. 1915 അതായത് 7 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അമ്മയുടെ അടുത്ത് പറഞ്ഞത്. സജൽ നേത്രോ സെ മാനെ അപ്നി ഗോദ് മേ ऐसे बिठा लिया. സജൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറഞ്ഞ കണ്ണുകളോടുകൂടി. സജൽ നേത്ര എന്ന് വെച്ചാൽ നിറഞ്ഞ കണ്ണുകൾ. സജൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൽസേ യുക്ത്, ജൽസേ ഭര, ജൽസേ ഭര ബീഘ ഹുവ അങ്ങനെ നിറഞ്ഞ കണ്ണുകളോടുകൂടി എൻ്റെ അമ്മ എന്നെ അമ്മയുടെ ഗോദ്മേ മടിയിൽ ऐसे बिठा लिया ഇരുത്തി. എങ്ങനെ ഇരുത്തി? ജैसे चिड़िया अपने बच्चों को डैने के नीचे छिपा लेती है. പക്ഷികൾ തൻ്റെ കുട്ടികളെ ഡൈനെ എന്ന് വെച്ചാൽ പങ്ക് ചിറകിൻ്റെ താഴെ ഒളിപ്പിച്ച് വെക്കുന്ന പോലെ എൻ്റെ അമ്മ എന്നെ മടിയിലിരുത്തി. കിത്തനെ അച്ഛേ തേ വേ ദിൻ എത്ര നല്ലതായിരുന്നു ആ ദിവസങ്ങളൊക്കെ. ഉസ് സമയ റൈഫിൾ നത്തി ആ സമയത്ത് റൈഫിളൊന്നും ഉണ്ടായിരുന്നില്ല. ഡണ്ടാത്ത അതിൻ്റെ പകരം എന്താണ് വടിയായിരുന്നു. ഓർ ഡണ്ടേ കാ ശിക്കാർ കം സെ കം ഉസ് സാം കാ ശിക്കാർ ഡണ്ടയുടെ ശിക്കാർ പറഞ്ഞാൽ വടിയുടെ ഇര ആരാണ്? കം സെ കം ഉസ് സാം കാ ശിക്കാർ പറഞ്ഞാൽ അത് തന്നെയാണ് ആ പാമ്പിൻ്റെ ഇരയും. പിന്നെ അത് കഴിഞ്ഞിട്ട് റൈഫിൾ കെ ശിക്കാർ സെ കം റോച്ചക് ഓർ ഭയാനക് ന ഥ റൈഫിളിൻ്റെ ഇരയെക്കാട്ടിലും കുറച്ച് ഇൻട്രസ്റ്റും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കുറഞ്ഞതും പക്ഷെ അത്ര ഭയാനകം ആയിരുന്നില്ല. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.